കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 28 ശ്ലോകം 31 നമ്മൾ ചെയ്തു. അതിലെന്താ നമ്മൾ പറഞ്ഞു നിർത്തിയത് വെച്ചാൽ, നല്ല ബ്രഹ്മജ്ഞാനി, അതായത് സച്ചിദാനന്ദ രൂപത്തിൽ തന്നെ എപ്പോഴും ആ ബ്രഹ്മാനുഭവത്തിൽ വർത്തിക്കുന്ന ഒരു ജ്ഞാനി നിന്നാലും ഇരുന്നാലും നടന്നാലും കിടന്നാലും വിസർജിക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴും അല്ലെങ്കിൽ ഭക്ഷിച്ചാലും ഒന്നും ബാക്കി നമ്മൾ പ്രകൃതിയിൽ ചെയ്യുന്ന എന്ത് കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും അതൊന്നും ആ ജ്ഞാനിയെ ഒരിക്കലും ബാധിക്കുന്നില്ല. എന്തൊക്കെ കണ്ടാലും അതൊന്നും സത്യമായിട്ട് തോന്നില്ലേ ഈ ജ്ഞാനിക്കെന്ന്, ഒക്കെ ബ്രഹ്മമായിട്ടേ തോന്നൂ. അതാണ് പറഞ്ഞത്. ഇനി നമുക്ക് 32 വായിക്കാം കേട്ടോ. യദിസ്മ പശ്യത്യസ അസദിന്ദ്രിയാർത്ഥം നാനാനുമാനേന വിരുദ്ധമന്യത് ന മന്യതേ വസ്തുതയാ മനീഷി സ്വാപ്നം യഥോത്ഥായ തിരോദധാനം. 32. മനീഷി മീൻസ് അതായത് ഇങ്ങനെ ഇതുപോലത്തെ ജ്ഞാനം വന്ന ആൾ അസദിന്ദ്രിയാർത്ഥേ, ഈ അസത്തായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ബഹിർമുഖമായിട്ടുള്ള പുറത്തേക്ക് മാത്രം നോക്കുന്ന ഇന്ദ്രിയങ്ങളുടെ വിഷയത്തെ, അകത്തേക്ക് നോക്കാഞ്ഞിട്ടാണല്ലോ അവനവനെ മനസ്സിലാവാത്ത. അപ്പോൾ ബാഹ്യദൃഷ്ടിയുള്ള ഇന്ദ്രിയങ്ങളുടെ വിഷയത്തെ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന സുഖത്തിനെയൊക്കെ, വിഷയസുഖങ്ങളെ യതി നാനാ പശ്യതി സ്മ, പലവിധമായി നോക്കുന്നു എങ്കിലും അതൊക്കെ കാണും. കാരണം ഇപ്പോഴും ഈ ശരീരത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശരീരത്തിലത്തെ ഇന്ദ്രിയങ്ങൾ ചെയ്യണതൊക്കെ കാണുകയൊക്കെ ചെയ്യുമെങ്കിലും ഉത്ഥായ, സ്വപ്നത്തിൽ നിന്നും ഉണർന്നതിനു ശേഷം തിരോദധാനം, അതായത് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ അത് മുഴുവൻ, സ്വപ്നത്തിൽ കണ്ടത് മുഴുവൻ അപ്രത്യക്ഷമാകുമല്ലോ, തിരോധാനം ചെയ്യുമല്ലോ. അത് സ്വാപ്നം, അത് സ്വപ്നത്തിൽ മാത്രമായിരുന്നു എന്ന് എന്ന് അറിയുന്ന പോലെ അനുമാനേന, ഊഹം കൊണ്ട്, അതായത് പല വിധത്തിലുള്ള സ്വപ്നമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായില്ലോ നമ്മൾ ഉണർന്നപ്പോൾ. നമുക്ക് എങ്ങനെ മനസ്സിലായി? അതുപോലെ അന്യത്, ആത്മാവല്ലാത്തവനെ മുഴുവൻ വസ്തുതയാ സത്യമെന്ന് ന മന്യതേ, വിചാരിക്കുന്നില്ല എന്ന്. അനാത്മാവിനെ, അതായത് നിത്യമല്ലാത്തതിനെ സത്യമാണെന്ന് വിചാരിക്കില്ല ഒരു ജ്ഞാനി എന്നാണ് പറയുന്നത്. എന്താണ് സ്വപ്നമായിട്ട് കമ്പയർ ചെയ്യുക? അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. സ്വപ്നം കാണുമ്പോൾ നമ്മൾ എന്ത് കണ്ടാലും അപ്പം നമുക്ക് ആ പല അനുഭവങ്ങൾ, സുഖമോ ദുഃഖമോ ഭയമോ വേദനയോ എന്താ വെച്ചാൽ ആ സ്വപ്നം കാണുന്ന ആളൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ അത് യഥാർത്ഥമല്ല എന്ന് വിചാരം കൊണ്ട് അറിയാൻ സാധിക്കുന്നത് പോലെ നമ്മളൊരിക്കലും പിന്നെ അത് വിചാരിച്ച് പേടിക്കില്ല. സ്വപ്നമായിരുന്നു എന്ന് നമ്മൾ പറയും അല്ലേ, അതാ മനസ്സിലായി നല്ലോണം. അപ്പോൾ പിന്നെ പേടിയൊന്നുമില്ല, പേടി ദുഃഖമോ സന്തോഷമൊന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. വെറും ഒരു ഇല്ലാത്തത് നമ്മളെ മനസ്സ് തോന്നിയതാണെന്ന് സ്വപ്നം മനസ്സിലാക്കാൻ അറിയാം. അങ്ങനെ വിചാരിക്കുന്നത് പോലെയാണ് ഈ ജ്ഞാനിക്ക് പല വിധത്തിലുള്ള ദൃശ്യങ്ങൾ കാണുന്നതും ഈവൻ വിഷയങ്ങളെ പോയി തഴുകുന്നതും ഒക്കെ കണ്ടാലും ഉണ്ടാലും ഉറങ്ങിയാലും ഇപ്പം നല്ല സ്വാദുള്ള ഭക്ഷണം കഴിക്കുക, എന്തായാലും ഈ ആത്മാവല്ലാതെ മറ്റൊന്നും, ആത്മാവല്ലാത്തതാ മീൻസ് എന്താ, ആത്മാവല്ലാത്തതൊന്നും സത്യമല്ല എന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് അതൊന്നും ഈ ജ്ഞാനിയെ ബാധിക്കുന്നില്ല. സ്വപ്നം കണ്ട് ഉണർന്ന ആളെ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ ഒരിക്കലും ബാധിക്കാത്ത പോലെ. അതാണ് പറഞ്ഞത്. യദിസ്മ പശ്യത്യസദിന്ദ്രിയാർത്ഥം നാനാനുമാനേന വിരുദ്ധമന്യത് ന മന്യതേ വസ്തുതയാ മനീഷി സ്വാപ്നം യഥോത്ഥായ തിരോദധാനം. ഇനി പൂർവം ഗൃഹീതം ഗുണകർമ്മചിത്രമജ്ഞാനമാത്മന്യവിവിക്തമംഗ നിവർത്തതേ യത് പുനരീക്ഷയൈവ ന ഗൃഹ്യതേ നാഭിവിസൃജ്യ ആത്മാ. 33. അംഗ, ഹേ ഉദ്ധവ, ഉദ്ധവനെ വിളിക്കുകയാണ്. പൂർവം
അതായത് ഈ ജ്ഞാനം ലഭിക്കുന്നതിന് മുമ്പ് സംസാരബന്ധത്തിൽ കിടക്കായിരുന്നല്ലോ ഈ ജ്ഞാനി. അതിന് മുമ്പെന്ന് പറഞ്ഞാൽ പൂർവം സംസാരബന്ധത്തിലിരിക്കുമ്പോൾ ഗുണകർമ്മ ചിത്രം സത്വരജസ്തമോ ഗുണങ്ങളാലും അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കർമ്മങ്ങളാലും വിചിത്രമായതും ചിത്രം എന്ന് പറഞ്ഞു. അജ്ഞാനകാര്യവുമായ ദേഹം, ഇന്ദ്രിയം, പ്രാണൻ ഒക്കെ ആത്മനി അവിവിക്തം ആത്മാവിങ്കൽ അധ്യാസം കൊണ്ട് സൂപ്പർ ഇമ്പോസ് ചെയ്തതാണെന്ന് ഗൃഹീതം അറിയുന്നു. ഈ ജ്ഞാനിക്ക് ഇതുവരെ ഞാൻ ശരിക്കുള്ളതാ വിചാരിച്ചു ഈ ലോകം എന്ന് വിചാരിക്കുകയാണ് ജ്ഞാനി. അതായത് ജ്ഞാനം ലഭിക്കുന്നതിന് മുമ്പ്, അതായത് ഈ സംസാരസാഗരത്തിൽ മായയാൽ മോഹിക്കപ്പെട്ട ഞാൻ ഈ ആത്മാവിൽ ഈ ലോകത്തിനെ സൂപ്പർ ഇമ്പോസ് ചെയ്തു, അധ്യാസം ചെയ്തു. എങ്ങനെ? കയറിൽ പാമ്പ് എന്ന് അധ്യാസം ചെയ്ത പോലെ ഞാൻ ആത്മാവിൽ ഈ ജഗത്തിനെ അധ്യാസം ചെയ്തതാണ് എന്ന് അറിഞ്ഞ് ഈക്ഷയാ ഏവാ പുന അതുതന്നെ ജ്ഞാനത്താൽ വീണ്ടും നിവൃത്തി പ്രാപിക്കുന്ന ആത്മാവാണെങ്കിൽ ന ഗൃഹ്യതയെ രൂപം കൊണ്ട് ഗ്രഹിക്കപ്പെടുന്നില്ല, ന വിസർജിക്കപ്പെടുന്നും ഇല്ല. എന്താണ് സെയിം തിങ് നമുക്ക് പറഞ്ഞു തരാണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന സ്വപ്നത്തിലത്തെ ആ കാര്യങ്ങൾ സത്യമെന്ന് വിചാരിക്കാത്ത പോലെ, അതായത് അത് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണല്ലോ. അതുപോലെയാണ് ഈ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. മുമ്പൊക്കെ എനിക്കിത് ശരിയാന്ന് തോന്നിയിരുന്നതൊക്കെ ഇത് സത്യമാണ്, ദേഹാഭിമാനം കൊണ്ടാണ്. ദേഹവും ദേഹപ്രാണ മനസ്സും ഇന്ദ്രിയങ്ങളും ഈ ജഗത്തും ഒക്കെ സത്യമാണെന്ന് തോന്നാൻ എന്താ കാരണം വെച്ചാൽ ഞാൻ ആത്മാവിനെ മറച്ച ആത്മാവിൻ്റെ സ്ഥാനത്ത് ഞാൻ അതിനെ കണ്ടു. അപ്പം ഞാൻ ആത്മാവാണെന്നുള്ള ബോധം എനിക്കില്ലേ. അതാണ് ഹേ ഉദ്ധവ, അജ്ഞാനത്തിലിരിക്കുമ്പോൾ ഈ സത്വരജസ്തമോ ഗുണങ്ങളോട് കൂടിയ ഈ ശരീരാദികളൊക്കെ ആത്മാവിൽ അധ്യാസം ചെയ്ത് ഞാൻ സ്വസ്വരൂപത്തേന ഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ദേഹമെന്ന് വിചാരിക്കുകയാണ്, ആത്മാവാണെന്ന്. ആത്മാവിനെ മറച്ച നമ്മൾ കയറിൽ പാമ്പിനെ കാണുന്ന പോലെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. അല്ലാതെ ശരിക്കും ആത്മാവ് എപ്പോഴും മുക്തനാണ്. പക്ഷെ എനിക്ക് ബദ്ധനാണെന്ന് തോന്നി ഞാൻ. കാരണം എന്താ? ശരിക്കും ആത്മാവിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല. ആത്മാവ് എപ്പോഴും 100% സ്വതന്ത്രനാണ്. പക്ഷേ ഞാൻ അജ്ഞാനാവസ്ഥയിൽ ഞാൻ ആത്മാവിനെ മറച്ച മായയുടെ ആവരണം കൊണ്ട് മറച്ച് ആ സ്ഥാനത്ത് ഞാൻ ദേഹാന്ന് വിചാരിച്ചു. അതാണ് ബദ്ധാവസ്ഥയിലാണ് ഞാൻ ഇരിക്കണത്. അതുകൊണ്ടാണ് ബന്ധനത്തിലാണ്. അപ്പോൾ മുക്തി എന്ന് പറഞ്ഞു വെച്ചാൽ ശരിക്കും ഞാൻ മുക്തനല്ല എന്ന് വിചാരിക്കുക. അതേതുപോലെ പാമ്പ് അവിടെ ഇല്ല, പക്ഷെ പാമ്പുണ്ടെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ എന്താ അറിയുമോ, നമ്മൾ മുക്തനല്ല. നമ്മൾ ശരിക്കും എല്ലാം മുക്തൻ തന്നെയാണ്. നമ്മളെ ആത്മാവാണ്, നമ്മുടെ ആത്മാവ് മുക്തമാണ്. പക്ഷെ നമ്മൾ ഈ പാമ്പ് ഉണ്ട് എന്ന് വിചാരിക്കണ പോലെ തന്നെ നമ്മൾ മുക്തരല്ല എന്ന് വിചാരിക്കുക. എന്തുകൊണ്ട്? നമ്മൾ ശരീരമാണെന്ന് അഭിമാനിച്ചിട്ടേ. ആത്മാവിന് അങ്ങനെ ഏത് സമയത്തും ഒരുപോലെയാണ് ആത്മാവ്. മുക്തനാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷെ നമ്മൾ ആ ആത്മാവിനെ മറച്ചിട്ടാണ്. അതായത് ബന്ധവും മോക്ഷമൊക്കെ ശരിക്കില്ല. കാരണം അതൊന്നും ആത്മാവിന് ബന്ധനവും ഇല്ല, മോക്ഷവും ഇല്ല. എപ്പോഴും മുക്തനാണ്. പക്ഷേ ആത്മാവിൽ നമ്മൾ അധ്യാസം ചെയ്യുകയാണ് ജഗത്തിനെയും നമ്മുടെ ശരീരത്തിനെയും എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പാമ്പിൻ്റെ തന്നെയാണ്. ശരിക്ക് പാമ്പൊന്നുമില്ല, പാമ്പുണ്ട് എന്ന് വിചാരിച്ചിരിക്കുന്നിടത്തോളം കാലം പാമ്പിനെ ഭയമുണ്ട്. അതേപോലെയാണ് ഈ ജഗത്ത് സത്യമാണെന്ന് നമുക്ക് തോന്നുന്നിടത്തോളം, വിചാരിക്കുന്നിടത്തോളം കാലം നമുക്ക് എല്ലാ ശരീരം ഒക്കെ ഞാനാണെന്ന് വിചാരിക്കുന്നിടത്തോളം കാലം നമുക്ക് ശരീരത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതാണ് പറഞ്ഞത് കേട്ടോ അതിൽ. ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം മുമ്പ് പറഞ്ഞതാണെങ്കിലും നമുക്ക് അത് പിന്നെയും പറയാൻ ഭഗവാൻ പിന്നെയും നമ്മളെക്കൊണ്ട് അതിനെപ്പറ്റി ആലോചിപ്പിക്കുകയാണ്.
അതാണ് ഇതിൽ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തേക്ക് പോവാം കേട്ടോ. നോക്കട്ടെ. ഓക്കെ ഓക്കെ ഇനി നമുക്ക് 33 വായിച്ച് 34 പോവാം. പൂർവം ഗൃഹീതം ഗുണകർമ്മചിത്രം അജ്ഞാനമാത്മന്യവിവിക്തമംഗ നിവർത്തതേ തത് പുനരീക്ഷയൈവ ന ഗൃഹ്യതേ നാഭിവിസൃജ്യ ആത്മാ. ശരിക്കും ആത്മാവിന് മുക്തിയും ബന്ധനവും ഒന്നുമില്ലല്ലോ, നമുക്ക് തോന്നുകയാണല്ലോ. പാമ്പിൻ്റെ ഇതിൻ്റെ പോലെ തന്നെ എന്നാണ് പറഞ്ഞത്. ഇനി 34 ഇനി ഒന്നും കൂടി വ്യക്തമാക്കുകയാണ് കേട്ടോ. യഥാഹി ഭാനോരുദയോ നൃചക്ഷുഷാം തമോ നിഹന്യാം നതു സദ്വിധത്തെ ഏവം സമീക്ഷാം നിപുണാ സദീമേ ഹന്യാത്തമിശ്രം പുരുഷസ്യ ബുദ്ധേഹ. 34 എന്താണ്? ഭാനോഹോ ഉദയ, സൂര്യോദയം യഥ എങ്ങനെ, നൃചക്ഷുഷാം തമഹ, മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ഇരുട്ടിനെ നിഹന്യാത് ഇല്ലാതാക്കുന്നു. സൂര്യനുള്ളടത്ത് ഇരുട്ടില്ലല്ലോ. ന സദ് വിധത്തെ, മുമ്പ് തന്നെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെ ഉണ്ടാക്കുന്നില്ലയോ. ഏവം ഹി, അപ്രകാരം തന്നെ മേ സമീക്ഷ, ആത്മസാക്ഷാത്കാരം, അതായത് എന്നെ പ്രാപിച്ചാൽ നിപുണ സതി, നിശ്ചയത്തോടു കൂടിയതും സത്യമായതുമായ പുരുഷബുദ്ധിയുടെ തമിശ്രം, അജ്ഞാനത്തിനെ ഹന്യാത് ഇല്ലാതാക്കി തീർക്കുന്നു. ഏതുപോലെയാണ് വെച്ചാൽ അത്രയേ ഉള്ളൂ അർത്ഥം. എന്താ അറിയോ, സൂര്യോദയം ഇരുട്ടിനെ അകറ്റുന്ന പോലെയാണ്. ആത്മസാക്ഷാത്കാരം കിട്ടിയാൽ അജ്ഞാനമാകുന്ന ഇരുട്ട് നീങ്ങും എന്ന് പറയുകയാണ്. സൂര്യോദയത്തിൽ എങ്ങനെയാണ് നമുക്ക് ഇരുട്ട് പൂർണ്ണമായിട്ടും അകറ്റപ്പെടുന്നത്, അതുപോലെയാണ് സർവം ബ്രഹ്മമയമായി കാണുന്ന ജ്ഞാനിയുടെ ബുദ്ധി അജ്ഞാനമാകുന്ന ഇരുട്ടിനെ നിശേഷം അകറ്റുന്നു. അത്രയേ ഉള്ളൂ. സൂര്യൻ ഇരുട്ടിനെ അകറ്റുന്ന പോലെ ഒരു ജ്ഞാനിയുടെ ജ്ഞാനം അജ്ഞാനമാകുന്ന ഇരുട്ടിനെ അകറ്റുന്നു. അത്രയേ ഉള്ളൂ. അതന്നെ പറയണതന്നെ പറയാം. യഥാഹി ഭാനോരുദയോ ചക്ഷുഷാം തമോ നിഹന്യാന്നതു സദ്വിധത്തെ ഏവം സമീക്ഷാ നിപുണാ സദീമേ ഹന്യാത്തമിശ്രം പുരുഷസ്യ ബുദ്ധേഹ. ഭഗവാനറിയാം ഇതൊക്കെ വളരെ വിഷമാണ് നമുക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാൻ തന്നെ വിഷമം, പിന്നെ അത് അനുഭവമാവാം അതിലേറെ വിഷമം എന്നറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ പിന്നെയും പറഞ്ഞ് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് നമുക്ക് ആ അറിവുണ്ടായാൽ ഭഗവത് കൃപയ്ക്ക് സമയമാകുമ്പോൾ നമുക്ക് ആ അറിവ് നമുക്ക് അനുഭവമാക്കി തരണമല്ലോ, ഭഗവാൻ തന്നെ വേണമല്ലോ അത്. ഇനി 35 ആത്മാവ് എത്ര നിർവികാരാണെന്ന് പറയാൻ കേട്ടോ. ഏഷ സ്വയം ജ്യോതിരജോപ്രമേയോ, അപ്രമേയോ എന്നാണ്. ഏഷ സ്വയം ജ്യോതിരജോപ്രമേയോ മഹാനുഭൂതി സകലാനുഭൂതി ഏകോദ്വിതീയോ വചസാം വിരാമേ യേനേഷിത വാഗസവഞ്ചരന്തി. 35 യേന ഈഷിതാഹ, ഈഷിത പറഞ്ഞാൽ പ്രേരിക്കപ്പെട്ടവരായി, വാക്ക് അസവാഹ ചരന്തി, വാക്കും ഇന്ദ്രിയങ്ങളും എങ്ങനെ വിഷയങ്ങളിലേക്ക് തിരിയുന്നുവോ, ഏതൊരാത്മാവിനാൽ പ്രേരിതമായിട്ടാണ് വാക്കും ഇന്ദ്രിയങ്ങളൊക്കെ അതിൻ്റെ പ്രവൃത്തികൾ ഏർപ്പെടുന്നത്. ഏഷ ആ ആത്മാ വചസാം വിരാമേ, വാക്കുകൾ അറിയുവാൻ സാധിക്കാതെ അതായത് അതിൽ നിന്ന് നിവൃത്തം ആവുമ്പോൾ അല്ലെങ്കിൽ മുക്താവുമ്പോൾ സ്വയം ജ്യോതി, സ്വയം പ്രകാശരൂപി, അജഹ, അതായത് ജനനമില്ലാത്ത വികാരരഹിതനായ അപ്രമേയ, അതായത് നമുക്ക് ശരിക്കും ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ പ്രാപിക്കാൻ സാധിക്കാത്ത മഹാനുഭൂതി, ആ ഒരു ജ്ഞാനം ഐശ്വര്യം മുതലായോടുകൂടിയവൻ, അത്ര മഹാനുഭാവനാണല്ലോ ഭഗവാൻ. അതായത് കണക്കില്ലാത്ത അത്ര ജ്ഞാനവും ഐശ്വര്യം, അല്ലെങ്കിൽ ജ്ഞാനസ്വരൂപനാണല്ലോ, ഐശ്വര്യ സ്വരൂപനൊക്കെ ആണല്ലോ. ഏകഹ സർവസ്വരൂപി അദ്വിതീയ, അദ്വിതീയൻ രണ്ടാമതില്ലാത്തതാവുന്നു
എന്താണ് പറയണത് വെച്ചാൽ, നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലോ, യഥോ വാചോ നിവർത്തന്തേ എന്നൊക്കെ. പിന്നെ എന്താ പറയുക, ഉപനിഷത്ത് പറയും വാക്കുകൾ മൗനം പാലിക്കും. ബ്രഹ്മത്തിനെ നിർവചിക്കാൻ പറഞ്ഞാൽ വാക്കുകളില്ല, വാക്കുകൾക്ക് അതീതനാണെന്ന് പറയുമല്ലോ അല്ലേ. എന്താ വെച്ചാൽ വാക്കുകളിൽ നിന്ന് അതീതനാവേണ്ട, വാക്കുകൾക്കൊന്നും ബ്രഹ്മത്തെ നിർവചിക്കാൻ പറ്റില്ല. ആ ഒരു ബ്രഹ്മം ആത്മാവായിട്ട് പ്രകാശിക്കുന്ന ഈ ആത്മാവുണ്ടല്ലോ, അത് സ്വയം പ്രകാശ സ്വരൂപനാണ്, ജന്മമില്ല, മരണമില്ല, നിത്യനാണ് അല്ലേ. പിന്നെ എന്താണ്, ഇന്ദ്രിയ വിഷയങ്ങളെ ഗ്രഹിക്കണില്ല. പിന്നെയോ ദേശകാലാതീതനാണ്. പിന്നെ ഒരു തരത്തിലുള്ള ഭേദഭാവനയില്ല, ഒന്നുമില്ല അല്ലേ. ആ മഹാചൈതന്യം കൊണ്ടാണ് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും വാക്കുമൊക്കെ പ്രവർത്തിക്കണം. അതാണല്ലോ നമ്മൾ ധ്രുവസ്തുതിയിൽ നമ്മൾ ആദ്യത്തെ ശ്ലോകം അല്ലേ, അതാണല്ലോ യോ എന്താ പ്രവിശ്യ മമ വാചമിമാം അതാണല്ലോ എൻ്റെ എല്ലാ കരചരണങ്ങളെയും ഉണർത്തുന്ന ആ ശക്തിക്ക് നമസ്കാരം. സൂക്തം സംജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അതാണല്ലോ, അതന്നെയാണ് പറയുന്നത്. എല്ലാ ഇന്ദ്രിയങ്ങളും വാക്കുകളും എന്തും ആ ചൈതന്യമാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നതുമാണ് അല്ലേ. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നതും എല്ലാറ്റിനെയും പ്രേരിപ്പിക്കുന്നതുമായ ആ ആത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാണ്, ആ ആത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും ഇല്ല, പിന്നൊന്നുമില്ല. അതാണ് 35. അതായത് അഖണ്ഡബോധം ആയിട്ടുള്ള ഈ ബ്രഹ്മം, ഐ എക്സിസ്റ്റ്, ഞാൻ ഉണ്ട് എന്നിങ്ങനെ എപ്പോഴും നമ്മളെ അറിയിക്കുന്ന ആ ഉണ്മയാണ് അഖണ്ഡബോധ സ്വരൂപം എന്ന് പറഞ്ഞാൽ. ഉണ്മ എന്ന് പറയാം, ഐ എക്സിസ്റ്റ് എന്ന്. ഞാൻ എൻ്റെന്നില്ല കേട്ടോ, അഹന്തയും മമതയില്ല. അഖണ്ഡബോധ സ്വരൂപം, അതിന് ജനനമില്ല, മരണമില്ല, ഒരനുഭവമാണത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഒരു അനുഭവമാണ്. എല്ലാ അനുഭവങ്ങളെയും പ്രേരിപ്പിക്കുക, എല്ലാ അനുഭവങ്ങൾക്കും ഒരു ഉറവിടമാണ്, ഏകനാണ്, അദ്വൈതമാണ്, വാക്കുകൾക്കതീതനാണ്. വാക്കും പ്രാണനും ഒക്കെ ആ മഹാചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം പ്രവർത്തിക്കുന്നവയാണ്. ആ കേവലമായിട്ടുള്ള ആത്മാവിൽ രണ്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അജ്ഞാനാണ്. അതാണ് അപ്പം ഇതിൽ പറഞ്ഞത്. അത്രയും പറഞ്ഞു. ആത്മാവ് വികാരരഹിതനാണ്, അജനാണ് അല്ലേ. വേറെ ഒന്നും തന്നെ ആത്മാവ് ഏകനാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. ഇതിനു മുമ്പ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അനുഭവമാണ് ബ്രഹ്മ, അതൊരു ഞാൻ ഉണ്ട് എന്ന അനുഭവമാണ്. ആ അഖണ്ഡബോധ രൂപമാണത്. എല്ലാ അനുഭവങ്ങളുടെയും ഉറവിടമാണ്, രണ്ടാമതൊന്നില്ലാത്തതാണ്, വാക്കുകൾക്കതീതനാണ്. വാക്കും പ്രാണനും എല്ലാം പ്രവർത്തിക്കുന്നത് ആ മഹാചൈതന്യത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അത്രയും പറഞ്ഞു. ഇനി നമുക്ക് 35 വായിച്ചിട്ട് നമുക്ക് 36 പോവാം കേട്ടോ. ഏഷ സ്വയം അജോപ്രമേയോ മഹാനുഭൂതി സകലാനുഭൂതി, എല്ലാ അനുഭൂതിയുടെ ഉറവിടാണ്. ഏകോദ്വിതീയോ, ഏകനാണ്, അദ്വിതീയനാണ്, രണ്ടാമതൊന്നില്ല. വചസാം വിരാമേ, വാക്കുകൾക്ക് അതീതൻ. ഏനേഷിതാ വാഗവ സഞ്ചരന്തി, അതാണ് പറഞ്ഞത്. ഇനി അതായത് വാക്കും ഇന്ദ്രിയങ്ങളും ഒക്കെ അന്നാണ് വാഗ് സരഞ്ചി, ഈ ഒരു അനുഭവമാണ് പ്രവർത്തിപ്പിക്കണമെന്ന്. 36 ഏതാവാൻ ആത്മസമ്മോഹോ യദ്വികൽപ്പസ്തു കേവലേ ആത്മനൃതേ സ്വമാത്മാനമവലംബോ ന യസ്യഹി. 36 കേവലേ ആത്മൻ, അതായത് രണ്ടാമതൊന്നില്ലാത്ത ആത്മാവിങ്കൽ യദ്വികൽപ്പ, ഏതൊരു തരത്തിലുള്ള വികൽപ്പങ്ങൾ ഉണ്ടാവുന്നുവോ, ഏതാവാൻ അത് മുഴുവനും ആത്മസമ്മോഹ
വെറും മായാഭ്രമമാണ്. ശരിക്കിവിടെ ആത്മാവല്ലാതെ ഒന്നും ഇല്ല. അങ്ങനെ ഉണ്ട് എന്ന് ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മായാഭ്രമം അല്ലെങ്കിൽ മനോഭ്രമമാണ്. ശരിക്കവിടെ പാമ്പില്ല. ആ കയറിൽ പാമ്പുണ്ടെന്ന് തോന്നില്ല എന്ന് പറയില്ല, തോന്നുന്നത് ഒരു ശരിയല്ലാത്ത തോന്നലാണ്, വെറും മനസ്സിൻ്റെ ഭ്രമമാണ്. അതുപോലെയാണ് പറയണതിൽ. എന്തുകൊണ്ടെന്നാൽ സ്വം ആത്മാനം ഹൃദയ, തൻ്റെ ആത്മാവ് ഒഴികെ യസ്യ, ആ ഭ്രമത്തിന് അവലംബ എന്ന വേറെ ആശ്രയമില്ല. അതാണ് പറയണത്. വേറെ രണ്ടാമതൊന്നുണ്ടെങ്കിലല്ലേ ഉള്ളൂ. ആ കേവലമായിട്ടുള്ള ആത്മാവിൽ, രണ്ടാമതൊന്നില്ലാത്ത ആത്മാവിൽ രണ്ടുണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതാണ് ഏത് മനോഭ്രമം, അല്ലെങ്കിൽ നമ്മൾ മായാമോഹിതരായിട്ടാണ്, ആത്മസമ്മോഹം എന്ന് പറയാം. ആത്മാവ് എന്നും നിൽക്കുന്നൊരു സത്യമാണ്. നമുക്കിപ്പോൾ നോക്കൂ, ഞാൻ ഉണ്ടെന്ന് അറിയാൻ വേറൊരാളുടെ ആവശ്യമുണ്ടോ? എത്ര ഇരുട്ടത്താണെങ്കിലും ഞാനുണ്ട് എന്നറിയണമെങ്കിൽ നമുക്ക് വേറൊരാളുടെ ആവശ്യമില്ല. അതായത് അത് അത്ര ആ ഒരാത്മാവ് മാത്രമേ ശരിക്കുള്ളൂ. നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനോഭ്രമം. നമുക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നില്ല, അത് സത്യമല്ല, അത് വെറും മനസ്സിൻ്റെ ഭ്രമമാണ്. ഒരു കയർ മാത്രം ഒരു കിടക്കുന്ന സ്ഥലത്ത് പാമ്പുണ്ടെന്ന് തോന്നില്ല എന്ന് പറയുന്നില്ല, തോന്നാം, പക്ഷെ അത് ശരിയായ തോന്നലല്ലല്ലോ. അതുപോലെയാണ് ഇതെന്നാണ് പറഞ്ഞത്. ആ തോന്നലിൻ്റെ ബേസും ഏതാ? ആ കയർ തന്നെയാണ്. ഇപ്പം നമുക്ക് ആത്മാവല്ലാതെ ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നതിൻ്റെ ബേസും ആത്മാവ് തന്നെയാണ്. ഇപ്പം കയറിൽ പാമ്പുണ്ടെന്ന് തോന്നുന്നത് ശരിയല്ല എന്ന് വെച്ചോളൂ, ശരി തോന്നുന്നുണ്ട്, പക്ഷെ ആ തോന്നലിൻ്റെ കാരണം എന്താ? ആത്മാവന്നെ. അതാണ്, അതുപോലെയാണെന്ന് പറയണത്. ഏതാവാൻ ആത്മസമ്മോഹോ യദ്വികൽപ്പസ്തു കേവലേ ആത്മന്നതേ സ്വമാത്മാനമവലംബോ നയസ്യഹി. അല്ല, എന്താ പറയുക, അതിലൊരു കാര്യം, നമ്മൾ പാമ്പ് അവിടെ ഇല്ല, പാമ്പേ ഉണ്ടായിരുന്നില്ല, കയറേ ഉണ്ടായിരുന്നില്ല വെച്ചോളൂ, പാമ്പുണ്ട തോന്നില്ലല്ലോ. അപ്പോൾ പാമ്പുണ്ടെന്നുള്ള തോന്നലിൻ്റെ അവലംബമാണ് കയറ്. അതേപോലെ രണ്ടാമതൊന്നുണ്ട് എന്ന് തോന്നലിൻ്റെ അവലംബമാണ് ഈ ഏകമായിട്ടുള്ള ആത്മാവ്. ഇപ്പം കയർ അവിടെ ഉണ്ടായിരുന്നേ ഇല്ല ചോട്ടെ, നമുക്ക് പാമ്പുണ്ട് തോന്നില്ലല്ലോ, അവിടെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവുകൊണ്ടാണല്ലോ തോന്നിയത്. അപ്പോൾ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആ ഒരു അഖണ്ഡ ബോധരൂപം, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ രണ്ടാമതൊന്നുണ്ടെന്നുള്ളത് തോന്നാം നമ്മുടെ മനസ്സിൻ്റെ ഭ്രമം കൊണ്ട്. ഒന്ന് മനസ്സിലാക്കാം നമുക്ക്, എനിക്ക് തോന്നാൻ ആ ഭ്രമത്തിന് കാരണം അവിടെ ശരിക്ക് ആ ബ്രഹ്മമുണ്ട്, അതില്ല എന്നും പറയാൻ പറ്റില്ല. അർത്ഥം കയറുണ്ടെങ്കിലല്ലേ പാമ്പാന്നത്തെ കണ്ടാൽ തോന്നുള്ളൂ. അതേപോലെയാണെന്നാണ് പറഞ്ഞത്. ഇനി യന്നാമാകൃതിഭിർഗ്രാഹ്യം പഞ്ചവർണ്ണമബാധിതം വ്യർത്ഥേനാപ്യർത്ഥവാദോയം ദ്വയം പണ്ഡിതമാനിനാം. 37. നാമാകൃതിഭിഹി, നാമരൂപാദികളോട് കൂടിയതായി ഗ്രാഹ്യം, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ സാധിക്കുന്നതും പഞ്ചവർണം, പഞ്ചഭൂതാത്മകവുമായ ഈ പഞ്ചഭൂതങ്ങളെ, യദ് ദ്വയം, ഏതൊരു, ഈ രണ്ടാമതെന്ന് പറയണത് എന്താ? നമ്മുടെ ദേഹപ്രാണ മനോ ഇന്ദ്രിയങ്ങളും ഈ പ്രപഞ്ചവും അബാധിതം, അത് സത്യം എന്നും, അയം അർത്ഥവാദ അഭി, ഉപനിഷത്തുക്കളിൽ ആത്മഭേദത്തിനെ പറയുന്നത് അർത്ഥവേദം എന്നും അർത്ഥവാദം എന്നും പണ്ഡിതമാനിനാം വ്യർത്ഥേന, സ്വയം പണ്ഡിതന്മാരെന്ന് അഭിമാനിക്കുന്നവർ പറയുന്നതാണ് മീമാംസകന്മാർ. അവരുടെ തെറ്റായിട്ടുള്ള അനുമാനങ്ങളാണ്. അതാണ് അപ്പം ഇതിൽ പറഞ്ഞത്. എന്താ പറഞ്ഞാൽ, ഈ നമുക്ക് നമ്മൾ ഉണ്ടെന്നറിയാൻ ആരും ആവശ്യമില്ലല്ലോ. ആ സത്യത്തിൽ പ്രകാശിക്കുന്നതാണ് ഈ നാമരൂപങ്ങളൊക്കെ. ഏതുപോലെ? ആ സ്വർണത്താൽ ഉണ്ടാക്കുന്നതാണ്
ആഭരണങ്ങൾ എന്ന പോലെ ആ സത്യം തന്നെ വിവിധ നാമരൂപങ്ങൾ പൂണ്ടതാണ് ഇത് എന്ന് ആണ് ശരിക്കും. പക്ഷെ പണ്ഡിതന്മാരാണെന്ന് സ്വയം അഭിമാനിക്കുന്നവർ എന്താണ് അവർ പറയണതെന്ന് വെച്ചാൽ ഇത് അങ്ങനെയല്ല, അത് മാത്രമല്ല ഉള്ളൂ, ഇതൊക്കെ നമ്മൾ കാണുന്ന ഈ ദേഹാദികളും ദൃശ്യപ്രപഞ്ചവും സത്യമാണ് എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ആര്? പണ്ഡിതന്മാരാണെന്ന് അഭിമാനിക്കുന്നവർ. ശരിക്കത് അതായത് ഈ ലോകം മാത്രമേ സത്യമുള്ളൂ എന്ന് പറയണവരാണ്. അതായത് അതിൻ്റെ പിന്നിലത്തെ ശക്തിയെ അവർ അതായത് അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവർ ആണത്. അവരാണ്. അതായത് ഇപ്പം എന്താ വെച്ചാൽ ഈ പഞ്ചഭൂതാത്മകവും നാമരൂപങ്ങൾ ഗ്രഹിക്കപ്പെടുന്നതും ആയ ഈ പ്രപഞ്ചം, നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ ദേഹമടക്കമുള്ളത് ഒക്കെ ഈ പ്രപഞ്ചം മിഥ്യല്ല, സത്യം തന്നെയാണ് എന്ന വാദം ശരിക്ക് പറയാച്ചാൽ പണ്ഡിതന്മാരാണെന്ന് അഭിമാനിക്കുന്നവരുടെ വ്യർത്ഥമായിട്ടുള്ള ഒരു 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 വാദമാണ് എന്ന് പറയാണ്. ആ ഏകമായ ആത്മാവിൽ നാനാത്വം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും മനസ്സിൻ്റെ ഭ്രമമാണ്. ആത്മാവിനെ കൂടാതെ ആ ഭ്രമത്തിന് തന്നെ നിലനിൽപ്പില്ല. ഇല്ല, ആലോചിച്ച് നോക്കൂ, ആത്മാവില്ലെങ്കിൽ നമുക്ക് ഈ ഭ്രമം തന്നെ ഉണ്ടാവില്ല. അങ്ങനെ അത്ര ഏകനാണ്. എന്നാൽ ഈ കാണുന്ന ജഗത്തൊക്കെ മിഥ്യല്ല, സത്യമാണെന്ന് പറയുന്ന ദ്വൈതവാദികൾ, പണ്ഡിതന്മാരാണെന്ന് അഭിമാനിക്കുന്നവരുടെ ആ വാദം ഉണ്ടല്ലോ, അത് വെറും ബേസ്ലെസ് ആണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അത്ര അദ്വൈതിയാണ്, അദ്വൈതം മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം ഒരു നിലയ്ക്കും രണ്ടാമതൊന്നുണ്ടെന്ന് അംഗീകരിക്കാൻ സാധിക്കില്ല. ഏതുപോലെ തന്നെയാണ് നമ്മൾ ഈ പാമ്പിൻ്റെ അടുത്ത് അറിയാലോ, പാമ്പുണ്ട് അവിടെ, ആ പാമ്പാണ് നമുക്ക് കയറുണ്ട് അവിടെ, ആ കയറാണ് നമുക്ക് പാമ്പാ തോന്നിച്ചത്. പക്ഷേ പാമ്പില്ല. കയറുണ്ട് അവിടെ, ആ കയറാണ് നമുക്ക് പാമ്പാണ് അതൊന്ന് തോന്നിക്കാൻ കാരണം. പക്ഷെ അത് വെറും തെറ്റായ തോന്നലായിരുന്നു. അതുപോലെ അഖണ്ഡ ബോധരൂപം അവിടെ ഉണ്ട്. നമുക്കിങ്ങനെ നാനാത്വം തോന്നണത് കയറുണ്ട് പാമ്പാ തോന്നണ പോലെ ശരിയല്ല. ഇനി അങ്ങനെയല്ല, പാമ്പുണ്ടെന്ന് ശരിക്കൊരാൾ പറയുകയാണ്, കയറേ ഉള്ളൂ എന്നുള്ള സ്ഥലത്ത് പാമ്പുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മിഥ്യയായിട്ടുള്ള വാദമല്ലേ? അതേപോലെ വ്യർത്ഥമായിട്ടുള്ള വാദമാണ്. അതുപോലെയാണ് ഈ പ്രപഞ്ചവും ശരീരവും ഒക്കെ ഉണ്ട്, അത് വെറുതെ തോന്നുന്നല്ല എന്ന് പറയുന്നത് പണ്ഡിതന്മാരെന്ന് അഭിമാനിക്കുന്നവരുടെ വ്യർത്ഥമായിട്ടുള്ള വാദമാണ് എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. എന്നാമാകൃതിഭിർഗ്രാഹ്യം പഞ്ചവർണ്ണമബാധിതം വ്യർത്ഥേനാപ്യർത്ഥവാദോയം ദ്വയം പണ്ഡിതമാനിനം. ഭഗവാനെ, നമുക്കൊക്കെ അങ്ങനെ ആ അദ്വൈതം അനുഭവമാവാൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാനല്ലാതെ നമുക്ക് പറ്റില്ല. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.